എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ വീട്ടുജോലികളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഒരു റെസിപ്പി മാത്രം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് അറിയുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് എങ്ങനെ വീട്ടുജോലി പെട്ടെന്ന് തന്നെ തീർക്കുക അതിനുള്ള ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത് യൂസ്ഫുള്ളായി തോന്നുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ പേപ്പറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പേപ്പർ വായിക്കാനൊന്നും ഞാൻ നിന്നില്ല, നേരെ കിച്ചണിലോട്ട് പോയി. ഇവിടെ ലേറ്റ് ഇട്ടതാണ്. അപ്പോൾ നമ്മൾ ഡിഷ് വാഷർ വാഷ് ചെയ്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ ഡിഷ് വാഷർ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഇതിൽ വാഷ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം കുറച്ച് കുറവായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലിട്ട് വാഷ് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനാണ് ഞാൻ ഒന്നാമത് ഇത് വാങ്ങിയത്. അപ്പോൾ അതിന് ചായപാത്രം എടുത്തിട്ട് ആദ്യം കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാല് തലേ ദിവസം തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. അപ്പോൾ ഇതിൽ നിന്ന് പാൽപ്പാട് എടുത്തിട്ട് വേറെ സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ ഇതുകൊണ്ടാണ് ഗീയും ബട്ടറൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇത് ഞാൻ അതിന് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് എങ്ങനെ ബട്ടറും ഗീയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ബട്ടറും ഗീയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ദിവസം ഒരു 2 ഗ്ലാസ് പാല് വാങ്ങുന്ന വീടാണെങ്കിൽ, പക്ഷേ ഞാൻ 4 ഗ്ലാസ് പാല് വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു ആവശ്യം കൊണ്ട് മാത്രമാണ് ഞാൻ പാല് വാങ്ങുന്നത്. ഗീയും ബട്ടറും അതുപോലെ നമ്മുടെ ചായക്കും കോഫിക്കുള്ള പാലും ഒക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ട് 2 ഗ്ലാസ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വയനാട്ടിലത്തെ പോയപ്പോൾ വാങ്ങിയ കോഫിയായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് അരിച്ചെടുക്കണം. ഇത് ഇൻസ്റ്റൻറ്റ് കോഫിയല്ല. ആദ്യമൊന്നും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കോഫി കുടിച്ചതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയി. ബ്ലാങ്കറ്റൊക്കെ ആ കിടന്ന പോലെ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വിരിച്ചു. ഞങ്ങളുടെ റൂമിലും കുട്ടികളുടെ റൂമിലൊക്കെ പോയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചു. ഇനി ഈ സമയത്താണ് ഞാൻ അടിച്ചു വാരാറുള്ളത്. അപ്പോൾ ഒന്ന് അടിച്ചു വാരിയിട്ട് വേണം ഈ കിച്ചണിലോട്ട് പോകാൻ. ജസ്റ്റ് ഒന്ന് വലിയ കച്ചറൊക്കെ ഉള്ളതൊക്കെ ഒന്ന് അടിച്ചു വാരുന്നേ ഉള്ളൂ. അടിച്ചു വാരിയതിന് ശേഷം കുറച്ച് തുണികളുണ്ടായിരുന്നു മടക്കി വെക്കാൻ, അതിൽ നിന്ന് എടുത്തിട്ടതായിരുന്നു. അപ്പോൾ അതൊന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ അതിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ കുമിഞ്ഞ് കൂടുതൽ കാണുമ്പോൾ കൂടുതലുണ്ടായാൽ നമ്മൾ മടക്കി വെക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ കുറേശ്ശെ ഉണ്ടാകുന്നത് അത് അപ്പം തന്നെ മടക്കി വെച്ചാൽ പിന്നെ ആ മടി ഉണ്ടാവില്ല. കൂടുതൽ കാണുമ്പോൾ എന്ത് സംഭവം നമ്മൾ മടിയായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം മടക്കി വെച്ചു. കുട്ടികൾക്ക് വേറെയും ഞങ്ങളത് വേറെയൊക്കെ ആയിട്ട് മടക്കി വെച്ചു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നൂൽപുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നൂൽപുട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. തിളച്ച വെള്ളത്തിലാണ് ഞാൻ നൂൽപുട്ട് കുഴച്ചെടുക്കാറ്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളം വേണം ഇതിലോട്ട് തിളച്ച വെള്ളമല്ല, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ നൂൽപുട്ട് ശരിയാവില്ല. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ശ്രദ്ധിക്കാഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളം മതി എന്ന് വിചാരിച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ നൂൽപുട്ട് ശരിയാവില്ല. നമ്മൾ നൂൽപുട്ട് ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് നൂല് പൊട്ടി പോവും. അപ്പോൾ അതൊന്ന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെച്ചു. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം കുഴച്ചാൽ മതി കേട്ടോ. അങ്ങനെ വെച്ച് വെച്ചിട്ട് ഒരു പ്രശ്നം വരില്ല. ഇനി അതിലോട്ട് ചെറുപയറിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ട് ഞാനൊരു കുക്കറിലോട്ട് മാറ്റി. ഇനി ഇതിലോട്ട് ഒരു 1/2 സവാള, ഒരു മീഡിയം സൈസ് സവാളയാണ്, അതിന് പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ചെറിയ സവാള ആണെങ്കിൽ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൽ ഒപ്പം വെള്ളം വെക്കുക, കൂടുതൽ വെള്ളം വേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഏകദേശം ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് പിന്നെ ഒരു വിസിലും കൂടി വെച്ചാൽ നമ്മളെ ചെറുപയർ പാകത്തിന് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് ഇതിൻ്റെ വലിയ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമ്മൾ നൂൽപുട്ടിൻ്റെ അതിൻ്റെ വലിയ ചൂടൊന്ന് പോയിട്ടുണ്ട്. നമ്മൾ കൈ വെക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കയ്യിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ കുഴഞ്ഞു കിട്ടും. കൂടുതൽ സമയം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൂൽപുട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഞാനിത് വേവിക്കുന്നത്. നൂൽപുട്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് എടുക്കാൻ നല്ല സുഖമായിരിക്കും. ഞാൻ സാധാരണ നൂൽപുട്ട്
ഇഡ്ഡലി തട്ടിൽ തന്നെയാണ് വേവിക്കാറ്. നമ്മളെ നാട്ടിലൊക്കെ നൂൽപുട്ട് എന്നാണ് പറയല് കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ ചിലർ ഇടിയപ്പം എന്നും പറയാറുണ്ട് കേട്ടോ. ഇടിയപ്പം എന്നും പറയാറുണ്ട്, നൂൽപുട്ടെന്നും പറയാറുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഞാൻ ഇഡ്ഡലി തട്ടിൽ ഓരോരോ നൂൽപുട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ഇനി ഇതിലിട്ട് വേവിക്കുന്ന പണിയേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റീം ചെയ്തെടുത്താൽ ഇത് പാകത്തിന് വെന്തിട്ടും. അപ്പോൾ ഞാനത് നല്ലപോലെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. കാരണം ഈ ഇത് കൂടുതൽ സമയം വെച്ചാൽ അത് അവിടെ കിടന്ന് പറ്റിപ്പോവും. അപ്പോൾ പൊടിയുടെ ഇതൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്താൽ എളുപ്പമുണ്ടാവും ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ ഡിഷ് വാഷറിലുള്ള പാത്രങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ നല്ല ഉണങ്ങി കിട്ടും. പിന്നെ നമുക്ക് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് കബോർഡിലോട്ട് വെക്കാം. അതാണ് ഇതിലുള്ള ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഈ കപ്പിലും പ്ലേറ്റിലൊക്കെ പിടിച്ച മഞ്ഞക്കറയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പെട്ടെന്ന് പോവും. അങ്ങനൊരു സുഖമുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചപ്പോഴേക്കും നൂൽപുട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിന് എടുക്കുകയാണ്. ഇങ്ങനെ ഫോർക്ക് ഉപയോഗിച്ച് ഇത് എടുക്കുമ്പോൾ നല്ല സുഖമാണ്. എളുപ്പത്തിൽ നമ്മൾ കൈ ചൂടാവാതെ തന്നെ കിട്ടും ചെയ്യും. പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും. അപ്പോൾ ഇനി ബാക്കി ഇത് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് ഒരു കസറോളിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിൽ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വേവിച്ചെടുക്കാം നൂൽപുട്ട്. ഇനി ഒരു തട്ടും കൂടിയിലേക്കേ ഉള്ളൂ പൊടി. ഞങ്ങളിവിടെ വീട്ടിൽ 4 പേരേ ഉള്ളൂ. മോള് ഹോസ്റ്റലിലായതുകൊണ്ട് മോളില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇനി ഇത് പിന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് വേവിക്കാം. കഴിച്ച പാത്രങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഇനി വെള്ളം പാർന്ന് വെക്കാം. ഇപ്പോൾ തന്നെ കഴുകി വെക്കുകയാണ് ഞാൻ. ഇനിയിപ്പോൾ ഡിഷ് വാഷറിലേക്ക് ഇടുന്നൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് കടുകിട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പുറത്തോട്ട് പോകും. കടുക് പൊട്ടിക്കുമ്പോൾ എപ്പോഴും ഒന്ന് അടച്ച് വെക്കണം. അല്ലെങ്കിൽ ആ എണ്ണയും ഇതൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിലോട്ടും ചുമരിലോട്ടൊക്കെ ആവും. അപ്പോൾ ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അടച്ച് വെക്കാഞ്ഞാൽ ആ എണ്ണ കൗണ്ടർ ടോപ്പിലും ചുമരിലൊക്കെ ആയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാനിരിക്കേണ്ടി വരും. പിന്നെ ലാസ്റ്റ് താളിച്ച് വയ്ക്കാൻ എണ്ണ ഇല്ലാതെയും വരും. അപ്പോൾ എല്ലാം ഞാനത് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കസറോളിൽ നെൽപുട്ടും ആക്കിയിട്ടുണ്ട്. നല്ല ഗ്ലാസിൻ്റെ ബൗളിലോട്ട് ചെറുപയറും ആയിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ കട്ടൻ ചായയും കൂടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നാസ്തയുടെ കൂടെ കട്ടൻ ചായയാണ് കേട്ടോ കുടിക്കാറ്. അപ്പോൾ അത് ഞാനൊരു ഫ്ലാസ്കിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ മക്കളൊക്കെ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ചൂടാറിപ്പോവും. ചൂടില്ല ഞാൻ ചായ കുട്ടികൾക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. സമയം 8:15 കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാറ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ചെയ്യാറുള്ളത് ചെടി നനക്കലാണ്. എല്ലാ ചെടികളും നനക്കാറില്ല. രാവിലെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ നനക്കാറ്. ഇപ്പോൾ ഈ വെർട്ടിക്കൽ ഗാർഡൻ മാത്രമേ നനക്കാറുള്ളൂ. ഈ ഒരു വാൾവ് തുറന്നാൽ വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചിട്ടുള്ള എല്ലാ ചട്ടിയും നനയും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നനക്കുന്നത് ഒരു പ്രയാസമുള്ള കാര്യമില്ല. ഒരു 3 മിനിറ്റ് സമയം മാത്രം മതി. അപ്പോൾ കണ്ടോ, ഇതെല്ലാം പെട്ടെന്ന് തന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ ചട്ടിയും നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു എടുക്കുമ്പോൾ ഞാൻ ഈ വെള്ളത്തൊലി മാത്രമേ ഒഴിവാക്കാറുള്ളൂ. ബ്രൗൺ തൊലി ഒഴിവാക്കാറില്ല. ആ ബ്രൗൺ തൊലി വെച്ചാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല അതിലാണ് ധാരാളം ഫൈബറും അയണൊക്കെ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ചക്കക്കുരു എടുക്കുമ്പോൾ അതിൻ്റെ ബ്രൗൺ തൊലി ഒഴിവാക്കരുത്. അപ്പോൾ അത് പിന്നെ മേലത്തെ വെള്ളത്തൊലി ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിടണം. ഇതും കൂടി ഇട്ടാൽ പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കേണ്ടിയും. എന്നിട്ട് ചക്കക്കുരു കഴിച്ചിട്ട് ഗ്യാസാണെന്ന് ആരും പറയില്ല. ഇനി ഇതിലോട്ട് 2 പച്ചമുളകും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ AMCയുടെ കുക്ക് വെയറിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം ആ പാത്രം. അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ചക്കക്കുരുവും അതുപോലെ തന്നെ പച്ചമുളകും ആ വെളുത്തുള്ളിയും കൂടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി. AMCയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ചക്കക്കുരു. കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതിലോട്ട് ഞാൻ പുളിക്ക് നമ്മളെ ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, നമ്മളെ ഓർക്കാപ്പുളി എന്ന് പറയുന്നത്, അതാണ് ചേർക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അപ്പോൾ ഓർക്കാപ്പുളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഓർക്കാപ്പുളിയും ഈ ചക്കക്കുരും കൂടി കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഒരു ചക്കക്കുരു പകുതി വേവാവുന്ന സമയത്താണ് നമ്മൾ ഓർക്കാപ്പുളി ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ചതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് ആ സമയത്ത് നമുക്ക് അതിലോട്ടുള്ള തേങ്ങ ചിരവിയെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ചിരവുമ്പോൾ എനിക്ക് തോരനിലോട്ടും വേണ്ട
തേങ്ങ വേണം. അപ്പോൾ ഇന്ന് രാവിലെ തേങ്ങയുടെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിക്കൊന്നും തേങ്ങ അരച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ തോരനിലോട്ടും കറിയിലോട്ടും ഉള്ള തേങ്ങ ചിരവിയതിന് ശേഷം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരവുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കുറച്ച് നിലത്തും ഇവിടെയൊക്കെ പോകുമല്ലോ. അപ്പോൾ അതൊന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. അത് ക്ലീൻ ആക്കാതെ അവിടെ വെച്ചാൽ പിന്നെ അതിൽ ഉറുമ്പൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഇതിലോട്ട് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തോരനിലോട്ടും ചെറിയ ജീരകം ആവശ്യമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചോറ് വെക്കാൻ മറന്നു പോയിട്ടുണ്ട്. ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ, ചോറ് വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയിലോട്ട് വേണ്ട തേങ്ങ ഞാൻ അരച്ചെടുക്കണം. അതിലോട്ട് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അരക്കുന്നുണ്ട്. അരച്ചതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ല പോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ അരപ്പ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കറി റെഡിയായി. പിന്നെ തേങ്ങ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളക്കാൻ പാടില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഞാനിവിടെ കോവക്ക തോരനാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളെ കറിയിലോട്ടും വെക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് കടുക് ചൂടാകുന്ന സമയത്ത് കടുക് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടച്ചു വെക്കുക, അല്ലെങ്കിൽ ഫുള്ള് എണ്ണ പുറത്ത് പോകും കടുക് പൊട്ടുന്ന സമയത്തും. പിന്നെ ആ കറിവേപ്പിലയിലുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം ഇതിൻ്റെ ഇതൊക്കെ കൊണ്ട് ഫുള്ള് എണ്ണ പുറത്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കടുക് പൊട്ടിക്കുന്ന സമയത്ത് അടച്ചു വെക്കണം എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് പകുതി മുക്കാലും എടുത്തിട്ട് ഞാൻ നമ്മുടെ ചക്കക്കുരു കറിയിലിട്ട് ഒഴിക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണന്ന് പോകുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച കോവക്ക ഇട്ട് കൊടുക്കാം. ഈ കോവക്കത്തോരൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കോവക്ക വീട്ടിൽ കൃഷി ചെയ്തതൊക്കെ കാണിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഈ സമയത്ത് എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. 10 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. 1 അല്ല 2 ഗ്ലാസും കുടിക്കും. അങ്ങനത്തെ ചൂടാണ് പോയി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും 2 മണിക്കൂർ ഇടവിട്ടൊന്ന് വെള്ളം കുടിക്കട്ടോ. പണിൻ്റെ ഇടയിൽ നമ്മൾ പണിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പോലും മറന്നു പോകും. അപ്പം നമ്മുടെ മീനൊക്കെ ഞാൻ മസാല തേച്ച് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ തവ ഫിഷാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ എണ്ണയിൽ കുറച്ച് തവയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യുന്നില്ല, ഒന്ന് ജസ്റ്റ് കുക്കാവുന്നേ ഉള്ളൂ. ഓവറായിട്ട് ഡ്രൈ ഫ്രൈ ആക്കുന്നില്ല. ഫിഷ് ഒന്ന് വെന്താൽ മതി. അപ്പോൾ അതിട്ട സമയത്ത് തന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചതച്ച തേങ്ങയും കൂടി അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തോരനും റെഡിയായി. ഇനി മീൻ അപ്പോഴേക്കും ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ മീൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം പാകത്തിനൊന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് മറ്റേ ഭാഗം ഒന്ന് മറച്ചിടാം. ഇത് 5-6 മിനിറ്റ് മതിയാവും ഈ ഒരു ഫിഷ് റെഡിയായി കിട്ടാനും. പിന്നെ ഈ AMCയുടെ തവ ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിന്ന് കിച്ചനൊക്കെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ കിച്ചൺ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷും റെഡിയായി. ഇനി ചോറ് ഊറ്റുന്ന പണി തന്നെ ഉള്ളൂ. ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ ചക്കയൊക്കെ ഒന്ന് ഇരിഞ്ഞ് വെക്കണം. ഒരു ചക്ക ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇരിഞ്ഞ് വെക്കട്ടെ. അപ്പോൾ വൈകുന്നേരം കുളി കഴിഞ്ഞതിന് ശേഷം ഈ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്, കയ്യിലൊക്കെ കറയാവും. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഈച്ചയും കൊതുകൊക്കെ വരും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഇതിന് ഇരിഞ്ഞ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റൊക്കെ പുറത്താണ് കൊണ്ടുപോയിട്ടല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെയും കൂടി ഒന്ന് വൃത്തിയാവും വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ ഒന്ന് ഇരിഞ്ഞ് വെക്കുകയാണ്. കുട്ടികൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കൊടുക്കുകയും ചെയ്യുക. ആ സമയത്ത് ഇത് ഇരിയാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇത് ഇരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കുളിക്കാൻ പോകാൻ. അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചോറൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു കറിയും തവ ഫിഷും പിന്നെ അതുപോലെ തന്നെ കോവക്കത്തോരനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടുജോലികളൊക്കെ എളുപ്പമാക്കാൻ പറ്റും. എല്ലാം അതിൻ്റേതായ സമയത്ത് നമുക്ക് ചെയ്തു വെക്കാനും പറ്റും. പിന്നെ അത് മാത്രമല്ല, ഞാൻ കൂടുതൽ റെസിപ്പിയും ട്രൈ ചെയ്യുന്നത് എൻ്റെ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികൾ വെച്ചിട്ടാണ്. കൂടുതൽ പുറത്തൊന്നും അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ അതൊന്നും നല്ലൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഒക്കെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.